സുപ്രീം കോടതി അഭിഭാഷകൻ എം.ആർ. അഭിലാഷ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. അഭിലാഷ്, ഒരുപക്ഷെ ഭരണഘടനാ ഭേദഗതി അടക്കം വേണ്ടിവരും. അങ്ങനെയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര എളുപ്പമായിരിക്കുമോ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ് എന്ന് പറയുമ്പോഴും? നടക്കാൻ ഉടനെ ഒരു സാധ്യതയും ഇല്ലാത്ത ഒരു പ്രപ്പോസലാണ് ഇപ്പോൾ. കാരണം ഇലക്ഷന് മുമ്പ് NDA ഗവൺമെന്റിന് അബ്സല്യൂട്ട് മെജോറിറ്റി ഉണ്ടായിരുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഇലക്ഷനെ മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു നടപടിക്രമവുമായിട്ട് മുൻപോട്ട് പോയത്. കമ്മിറ്റി അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ഇലക്ഷന് മുമ്പ് തന്നെയാണ്. ഇപ്പോ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് വ്യാപകമായിട്ട് വേണ്ടിവരും എന്നതുകൊണ്ട് ഓരോ സഭയിലും സ്പെഷ്യൽ മെജോറിറ്റി ഉണ്ടാകുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. ഇത്തരത്തിൽ ഒരു സിമ്പിൾ മെജോറിറ്റി, കേവല ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രം സർക്കാർ നടന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ, രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി ഒരു സമവായം ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു റീഫോം, ഒരു പരിഷ്കാരം ഉടനെ സാധ്യമാണ് എന്ന് തോന്നുന്നില്ല. ഇപ്പൊ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും ഇപ്പോൾ അതിന്റെ ഒരു പ്രായോഗിക വശം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ 2026 അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കണം. അങ്ങനെയാണെങ്കിൽ പല നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരുപക്ഷെ വൈകിപ്പിക്കേണ്ടി വരും, അല്ലെങ്കിൽ നേരത്തെ ആക്കേണ്ടി വരും. അപ്പൊ ഇതിനൊക്കെ ക്രോഡീകരിച്ച് ഒരു തീയതി അല്ലെങ്കിൽ ഒരു സമയത്തിലേക്ക് എത്തിക്കുക, അതൊക്കെ വലിയ പ്രയാസമുള്ള കാര്യമായിരിക്കില്ല ആദ്യഘട്ടത്തിൽ? ആദ്യം വേണ്ടത് കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്യുക എന്നുള്ളതാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ ഭേദഗതി ചെയ്തെങ്കിൽ മാത്രമേ ഈ 5 വർഷം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ നിജപ്പെടുത്തിയിരിക്കുന്ന നിയമസഭയുടെയും ലോക്സഭയുടെയും കാലാവധി അത് സംബന്ധിച്ചിട്ടൊരു തീരുമാനമാക്കാൻ കഴിയുള്ളൂ. അങ്ങനെ ഒരു തീരുമാനം വന്നെങ്കിൽ മാത്രമേ ഈ റിമൈനിങ് ടേം എന്നുള്ളത് ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രത്യേക തീയതി നേരത്തെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന നിയമസഭകളെല്ലാം ഡിസോൾവ് ചെയ്യാനൊരു സാഹചര്യത്തിലേക്ക് വഴിതെളിക്കപ്പെടുകയുള്ളൂ. അപ്പൊ ആദ്യം ഇതിന് വേണ്ടത് ഭരണഘടനാ ഭേദഗതിയാണ്. ആ ഭേദഗതിക്ക് 2 സഭയിലും പ്രത്യേകമായി സ്പെഷ്യൽ മെജോറിറ്റി വേണ്ടതായിട്ടുണ്ട്. ഒരു ബില്ല് എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ സർക്കാർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് ബില്ല് എന്നുള്ള നിലയിൽ ഇത് പാർലമെന്റ് ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. അത്തരമൊരു പരിഷ്കാരം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ രാഷ്ട്രീയത്തിന് അതീതമായ ഒരു സമവായമില്ലാതെ ഇത് പാസ്സാക്കപ്പെടുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഉടനെ എങ്ങും അത്തരത്തിൽ ഭേദഗതി വഴി ഇത്തരമൊരു റീഫോം നടപ്പിലാക്കുക എന്നുള്ളത് ഏതാണ്ട് അസാധ്യം തന്നെയാണെന്ന് ഈ ഒരു അവസരത്തിൽ പറയുവാൻ കഴിയും. പ്രപ്പോസലിന്റെ ഫൈനൽ ഫോം വായിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഏതൊക്കെ പ്രൊവിഷൻസിലാണ് ഇപ്പോൾ അമെന്റ്മെന്റ് ബില്ല് വഴി പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് പറയുവാൻ കഴിയില്ല. ബട്ട് എനിവേസ് കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റ് എന്നുള്ളത് ഇതിനൊരു മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു റിക്വയർമെന്റ് ആണ്. അതുകൊണ്ട് തന്നെയാണ് മെജോറിറ്റിയുടെ ക്വസ്റ്റ്യൻ ഇവിടെ ഉയർന്നു വരുന്നത്. ശരി, വളരെയധികം നന്ദി ശ്രീ എം.ആർ. അഭിലാഷ് സംസാരിച്ചതിന്.